Good morning, viewers. In 24th February. സോ ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ മാർക്കറ്റ് ഇപ്പോൾ റെഡിലാന്ന് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഓൾമോസ്റ്റ് 600 പോയിന്റ്സ് ബാങ്ക് നിഫ്റ്റി ഡൗൺ ആണ്. നിഫ്റ്റി 233 പോയിന്റ് ഡൗൺ ആണ്. സോ ഇങ്ങനെയുള്ള മാർക്കറ്റിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ജസ്റ്റ് വാച്ച് ദ മാർക്കറ്റ്. അതേ ഉള്ളൂ. മാർക്കറ്റ് ഫോളോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ പിന്നെ ഇന്നലെ US മാർക്കറ്റിലൊക്കെയുള്ള ഹെവി സെൽ ഓഫ് ആയിരുന്നു. അത് സെൽ ഓഫ് മെയിൻലി ഉണ്ടായിരുന്നത് ഈ ടെക് സ്റ്റോക്സ് ആയിരുന്നു. ലൈക്ക് ആപ്പിൾ, ആമസോൺ, എൻവിഡിയ ഇതുപോലുള്ള വലിയ ടെക് ഭീമന്മാരിൽ ഹ്യൂജ് സെൽ ഓഫ് ഉണ്ടായിരുന്നു. അപ്പോൾ മാർക്കറ്റിൽ അതൊരു പ്രധാന കാരണം ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു പ്രധാന കാരണം വെച്ചാൽ ഈ പിന്നെ ഇന്ന് വാറൻ ബഫറ്റിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഇന്നലെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഗവൺമെന്റ് ഷുഡ് ടേക്ക് കെയർ ഓഫ് ലെസ് ഫോർച്ചുനേറ്റ് പീപ്പിൾ എന്നാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആ ഒരു വേർഡാണ്. കാരണം നിങ്ങൾക്കറിയാലോ വാറൻ ബഫറ്റിന്റെ ഒരു വാക്ക് ഒരു സെന്റൻസേ ഉണ്ടാവും. പക്ഷെ ആ ഒരു സെന്റൻസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഒരു ബുക്ക് എഴുതാനുള്ള ഡെപ്ത് ഉള്ള ഒരു സെന്റൻസ് ആണ്. അത് അയാൾ പറയാനുള്ള ഒരു പ്രധാന കാരണം വെച്ചാൽ അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നെ ഇപ്പോൾ ഈ ട്രംപിന്റെ ടാരിഫ് പോളിസിയും വേൾഡിലുള്ള ഈ ടാരിഫ് വാർസും അത് ലോകത്ത് തന്നെ വല്ലാത്ത എല്ലാ ഗവൺമെന്റിനൊക്കെ ഒരു ഭയങ്കര ഒരു ഫിസിക്കൽ ഫോളി ഉണ്ടാക്കും, ഒരു ഫിസിക്കൽ ഡെഫിസിറ്റ് ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. സോ അത് ഫിസിക്കൽ ഡെഫിസിറ്റ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് കേരളത്തെക്കുറിച്ച് ഓർമ്മ വന്നത്. കാരണം ഇപ്പം കേരളത്തിൽ നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ഒരു സമ്മേളനം നമ്മൾക്ക് കൊച്ചിയിൽ നടക്കുന്നുണ്ടെന്ന് അറിയാലോ. അതിലിപ്പം ഇവർ പറയുന്ന 500 കോടി അതിൻ്റെ മുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റേറ്റിൽ വരാൻ ആൾക്കാർ പ്രോമിസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് പ്രോമിസ് ചെയ്യുന്ന പറയുന്നത് വെച്ചാൽ ഒരു EOI എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അത് 54 ഓഫ് ദി 375 എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്നാണ് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ഡാറ്റ റിലീസ് ചെയ്ത പ്രകാരം കാണുന്നത്. അപ്പോൾ കേരളം പോലുള്ള ഒരു സ്റ്റേറ്റ് നിങ്ങൾക്കറിയാലോ ഇത്ര അധികം ഫിസിക്കൽ ഡെഫിസിറ്റുള്ള ഒരു സ്റ്റേറ്റാണ്. നിങ്ങൾക്ക് കേരളത്തിൻ്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് വെച്ചാൽ ഈ 2024-25 ഈസ് ടാർഗറ്റഡ് അറ്റ് 3% ഓഫ് ദി GDP. അത് 82,981 കോടി ഫിസിക്കൽ ഡെഫിസിറ്റുള്ള ഒരു സ്റ്റേറ്റാണ് കേരളം. ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് എങ്ങനെയാണ് ഈ സ്റ്റേറ്റ് റിക്കവർ ചെയ്യാൻ പോകുന്നത്? കേരളത്തിന് യാതൊരു ഇൻകം റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു സോഴ്സസും ഇല്ല. കേരള ഹാസ് വെരി ഹാർഡ് ട്രബിൾ ഇൻ ജനറേറ്റിംഗ് റവന്യൂ. അപ്പോൾ ഈ ജനങ്ങളുടെ മുകളിൽ വെള്ളക്കരം കൂട്ടുക, അല്ലെങ്കിൽ ഭൂനികുതി കൂട്ടുക, അല്ലെങ്കിൽ നിങ്ങളെ ബിൽഡിങ്ങിൻ്റെ ടാക്സ് കൂട്ടുക, ഇങ്ങനെയുള്ള എല്ലാത്തിനും ഒരു 100% കൂട്ടുക. വെഹിക്കിൾ വാങ്ങുന്ന നേരത്ത് അതിൽ ഒരു ടാക്സ് കൂട്ടുക. ഇങ്ങനെയുള്ള ജനങ്ങളുടെ അടുക്കൽ നിന്നുള്ള പൈസ കളക്ട് ചെയ്തിട്ട് വരണം ഇവർക്ക് ഇനിയുള്ള ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് നികത്താൻ. അതിൽ പ്രധാന കാരണം വെച്ചാൽ കേരള ഹാസ് മെനി സോഷ്യൽ വെൽഫെയർ കമ്മിറ്റ്മെന്റ്സ് ആണ് ഗവൺമെന്റ് പറയുന്നത്. നമുക്കറിയാലോ കേരളത്തിന്റെ ഇപ്പോഴത്തെ സോഷ്യൽ വെൽഫെയർ കമ്മിറ്റ്മെന്റ് വെച്ചാൽ ആശാ വർക്കേഴ്സിന് സാലറി കൊടുക്കലും, അല്ലെങ്കിൽ ഈ മറ്റുള്ള ഇതുപോലുള്ള ഈ എന്താ പറയുക നമ്മുടെ വീട്ടിൽ ഈ കുടുംബശ്രീ എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ പെണ്ണുങ്ങൾ വന്നിട്ട് ഇവിടെ വരുന്നതും ഈ ആശാ വർക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാവർക്കും നമുക്കറിയുന്ന കാര്യമാണ്. ഇവരൊക്കെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെയോ കോൺഗ്രസ് പാർട്ടീൻ്റെയോ പ്രവർത്തകരാണ്. ഇവരാണ് ആശാ വർക്കർ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഇവരെല്ലാം പാർട്ടിക്കാരെല്ലാം പാർട്ടിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് ടാക്സ് മേടിച്ച് ഇവരെ കൊടുക്കുകയാണ്. ഇതൊക്കെ അൺനെസസറി ആയ ഫിസിക്കൽ ഡെഫിസിറ്റ് കൂട്ടിയത്. പിന്നെ ഇവരെ നമ്മുടെ ഈ മിനിസ്റ്റേഴ്സിൻ്റെയും MLA-മാരെയും സ്റ്റാഫും സാലറിയൊക്കെ വെച്ച് നോക്കാൻ വെച്ചാൽ ഇവരൊന്നും ഇതിനെ ഡിസേർവ് ചെയ്യാത്ത ആൾക്കാരാണ്. സോ എനിവേ നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ കേരളത്തിന് ഇത്രയധികം ഫിസിക്കൽ ഡെഫിസിറ്റ് ഉള്ള സ്റ്റേറ്റാണ്. അതിനെക്കുറിച്ച് പറയാനുള്ള വേറൊരു കാരണം വെച്ചാൽ ഞാനല്ല പറഞ്ഞത്, അത് സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ് പറഞ്ഞത്. സെൻട്രൽ ഗവൺമെൻറ് എന്താ പറഞ്ഞ വെച്ചാൽ കേരളാസ് ഫിസിക്കൽ ഡെഫിസിറ്റ് has accused the state of harming India's credit rating. ഇന്ത്യൻ്റെ ക്രെഡിറ്റ് റേറ്റിംഗ് തന്നെ ഈ കേരളത്തിലെ ഫിസിക്കൽ ഡെഫിസിറ്റ് കൊണ്ട് ഹാം ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ അവർ പറഞ്ഞ വേറൊരു കാര്യം എന്ന് വെച്ചാൽ കേരള ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഫൈനാൻഷ്യൽ അൺഹെൽത്തി സ്റ്റേറ്റ് ഇൻ ദ കൺട്രി എന്നാണ് പറഞ്ഞത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ആണ് ഈ പൈസ തിരിച്ചു കൊടുക്കേണ്ടത്. സോ ഇത് എങ്ങനെ തിരിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് ആലോചിക്കും. കാരണം ഇതിപ്പോൾ ഈ ഇങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സ് ഫോറം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാ സ്റ്റേറ്റും ചെയ്യുന്നുണ്ട്. കേരളം ചെയ്യുന്നുണ്ട്, തമിഴ്നാടും ചെയ്യുന്നുണ്ട്, കർണാടകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കർണാടകയും കേരളയും പിന്നെ തമിഴ്നാടും ചെയ്തതിലും തമ്മിലൊരു വ്യത്യാസം ഞാൻ കാണുന്ന വെച്ചാൽ ഈ കേരളത്തിൽ ഈ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ വന്ന മിക്ക ആൾക്കാരുടെ ഞാൻ കമ്പനികൾ നോക്കി.
അപ്പോൾ കമ്പനികൾ നോക്കുക വെച്ചാൽ ഈ ഏതൊക്കെയാണ് കമ്പനികളെ ഈ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കാണിച്ചതെന്നാണ്. അതിലൊരു കമ്പനി ഇവർ പറയുന്നത് കിരൺ അഡാനി എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ, അഡാനി പോർട്ടിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് കിരൺ അഡാനി. അയാളൊരു 30,000 കോടിയുടെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ്. അത് എപ്പോഴാണ് ഈ പൈസ ഇവർ പിന്നെ ഇവിടെ ഐ മീൻ ദാറ്റ് ദേ ആർ ഗോയിങ് ടു ഡിപ്ലോയ് എന്നുള്ള കാര്യമൊന്നും അറിയില്ല. ഒരു ജസ്റ്റ് ഒരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കിരൺ അഡാനി യു നോ ദാറ്റ് ഈസ് ഹാവിങ് വിഴിഞ്ഞം പോർട്ട് മാനേജ് ചെയ്യുന്നവരാണ്. സോ ദാറ്റ് ഇസ് സംതിങ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ ഈ മറ്റുള്ള കമ്പനികൾ ഇപ്പോൾ ഒരു ആഡ്ടെക് സിസ്റ്റംസ് എന്നൊരു കമ്പനി 1000 കോടിയുടെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കാണിച്ചു. ഈ ആഡ്ടെക് ഇൻഡസ്ട്രി ഞാൻ നോക്കുന്നത് ഒരു NSE ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്. അതിന്റെ മാർക്കറ്റ് ക്യാപ്പ് ആകെ 997.4 കോടിയുണ്ട്. CMB 77 ഉറുപ്പിയുള്ളൂ. ഈ മാർക്കറ്റ് ക്യാപ്പ് 97 കോടിയുള്ള കമ്പനി 1000 കോടിയിലധികം ഇവിടെ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒരു IT എന്ന് വെച്ചാൽ ഈ സെക്യൂരിറ്റി സിസ്റ്റംസ് ആണ് അത് ചെയ്യുന്നത് ആ കമ്പനി. പിന്നെ സോളാറൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ആ കമ്പനി. ആ ഒരു കമ്പനി. പിന്നെ മിക്കവാറും ഞാൻ കാണുന്നത് ഈ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് കമ്പനിയാണ്. ഈ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ്, ഇതുപോലത്തുള്ള റിയൽ എസ്റ്റേറ്റ്, ചുരുക്കത്തിൽ പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് കമ്പനി, അതുമാതിരിയുള്ള പല കമ്പനികൾ, ഈ ബ്രിഗേഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ ആന്ധ്ര ബേസ് ചെയ്തിട്ടുള്ള ചില കൺസ്ട്രക്ഷൻ കമ്പനീസ്, ഇവരൊക്കെ കൊച്ചിയിൽ ഹോട്ടൽ എടുക്കാനും മറ്റേതൊക്കെ ഉണ്ട് എന്നുള്ള ഒരു കാരണമാണ്. പിന്നെ ഞാൻ കാണുന്നത് നമ്മുടെ ഈ എല്ലാ സമയത്തും കാണുന്നത് നമ്മുടെ ഈ ലുലു ഗ്രൂപ്പ്സ്, അവർ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യും. അതുപോലെ മലബാർ ഗോൾഡ് ഗ്രൂപ്പ്, ഇതൊക്കെ റീറ്റെയിൽ ചെയിൻസ് ആണ്. റീറ്റെയിൽ ചെയിൻസും പിന്നെ അവർക്ക് റിയൽ എസ്റ്റേറ്റ്, ഇപ്പോൾ ലുലു ഗ്രൂപ്പ് എനിക്കൊന്ന് റിയൽ എസ്റ്റേറ്റിലുണ്ടെന്നോ, ദേ ആർ ഇൻ IT പാർക്ക് ഓൾസോ, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്. സോ പിന്നെ ഞാൻ കാണുന്നത് ഈ ഫിലിം സിറ്റി പോലത്തെ ചില പ്രൊജക്റ്റ് കണ്ടിട്ടുണ്ട്. ഐ എം നോട്ട് സീയിങ് എനി ടൈപ്പ് ഓഫ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയാണ് ഗവൺമെന്റ് ജനങ്ങൾക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നത്. ഇതൊക്കെ പിന്നെയുള്ള കുറച്ച് നമ്മുടെ ഈ ജോയ് ആലുക്കാസ്, ബോബി ചെമ്മന്നൂർ, ഇങ്ങനെയുള്ള കേരള മെഡിക്കൽ ടെക്നോളജി കൺസോർട്ടിയം എന്നിട്ട് കുറച്ച് കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്നിട്ട് കുറച്ച് ഈ മെഡിക്കൽ കോളേജസ്, ആയുർവേദ, ഇതുപോലത്തുള്ള കമ്പനി. ഐ ഡോണ്ട് സീ എനി ബിഗ് നെയിംസ്. ഞാൻ കർണാടകയിൽ കണ്ട സമയത്ത് കർണാടകയിൽ മഹീന്ദ്രന്റെ ചെയർമാനാണ് സംസാരിക്കുന്നുണ്ടായിരുന്നത്. വലിയ വലിയ ഇൻഡസ്ട്രി ടൈറ്റൻസ് ആ സമയത്ത് ഞാൻ കാണാൻ പറ്റും. പക്ഷെ ഇവിടെ ഐ ഡിഡ്ന്റ് സീ എനിവൺ. ഇതിവിടെ കണ്ടത് മിക്കവാറും കൺസ്ട്രക്ഷൻ കമ്പനിക്കാരും ഈ സൂപ്പർ മാർക്കറ്റ് നടത്തുന്നവനും അല്ലെങ്കിൽ ട്രാവൽ ഏജൻസി നടത്തുന്നവനും അല്ലെങ്കിൽ പിന്നെ ഇതുപോലത്തുള്ള ഈ ഗോൾഡ് ബിസിനസ് ചെയ്യുന്ന കൂട്ടരൊക്കെയാണ് ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് ഈ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുള്ളത്. സോ ഐ സീരിയസ്ലി ഡൗട്ട്. കാരണം ഇതൊക്കെ ഒരു മെറ്റീരിയൽസ് ആവുകയില്ല. ഇത് ഗവൺമെന്റിന് ഒരു മുഖച്ഛായ കൂട്ടാനുള്ള ഒരു സന്ദർഭത്തിന് വേണ്ടിയിട്ട് ഇത് ചെയ്തതാണോ? ഐ റിയലി ഡൗട്ട്. ലെറ്റസ് നമുക്കത് കുറച്ച് വരും ദിവസങ്ങളിൽ കാണായി. കാരണം ഇത് ഡെവലപ്പ് ആവും. ഈ ഇൻവെസ്റ്റേഴ്സ് മീറ്റിനെ കൊണ്ട് കേരളത്തിൽ എത്രക്ക് ജോലി കിട്ടി, അല്ലെങ്കിൽ കേരളത്തിൽ അതിന് എന്ത് ഗുണമുണ്ടായെന്നുള്ള കാര്യം നമ്മൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് ഞാൻ നോക്കാം. സോ അതാണ് എനിക്ക് പറയാനുള്ള വേറെ കാര്യം. അപ്പോൾ ഇനി എന്നത് മാർക്കറ്റിലേക്ക് വരാം. മാർക്കറ്റിൽ ഞാൻ കാണുന്ന എല്ലാം ബൈ ആണ്. ഇൻ ദ മാർക്കറ്റ് ഡൗൺ ആണ്. സോ ഇറ്റ്സ് നോ ഡൗട്ട് ഇറ്റ്സ് ഓൾ ബൈ ആണ് എൻ്റെ കണ്ണിൽ. എനിവേ ദിസ് ഈസ് നോട്ട് എ റെക്കമെൻഡേഷൻ. പക്ഷേ ഐ ഫീൽ those who have money, this is the right time to hold it and buy and hold for some time. 6 മാസം കഴിഞ്ഞ് മാർക്കറ്റ് യു ക്യാൻ സീ യുവർ പോർട്ട്ഫോളിയോ അറ്റ്ലീസ്റ്റ് 50-20% എന്തായാലും നിങ്ങൾക്ക് റിട്ടേൺസ് മാർക്കറ്റിൽ കിട്ടുന്നുള്ള ഒരു സംശയമില്ല. ഇപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന റൈറ്റ് ടൈം ഓൾസോ. സോ താങ്ക് യു വെരി മച്ച് ഫോർ വ്യൂയിങ് മൈ ചാനൽ. So I have a humble request to you. Please do subscribe my channel and recommend my channel to your friends. Have a nice day.